ഫ്രണ്ട്സ്, ദാമ്പത്യ ജീവിതം തകരുമ്പോൾ നിങ്ങളുടെ കുട്ടികളെ ബാധിക്കുമോ എന്നതിനെ കുറിച്ചാണ്. തീർച്ചയായും ബാധിക്കും. നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, പഠിപ്പ് എല്ലാത്തിലും അത് ബാധിക്കും. നമ്മുടെ രണ്ട് കണ്ണുകളാണ് മാതാപിതാക്കൾ എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണിൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേദന നിങ്ങൾക്കറിയാം. കണ്ണ് കാണാതാണ്. അതേ സെയിം ഇതാണ് നിങ്ങളുടെ പിള്ളേരെ അനുഭവിക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ പിള്ളേരുടെ ഭാവി നിങ്ങൾ നോക്കുക. പരസ്പരം നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക, വിട്ടുവീഴ്ച ചെയ്യുക. എങ്കിൽ മാത്രമേ ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകും. അല്ലാതെ ഒരാൾ മാത്രം ഞാൻ മാത്രം തെറ്റ് ചെയ്യുന്നു, അല്ല നീ തെറ്റ് ചെയ്തു, അല്ല അവരെ തെറ്റ് ചെയ്യുന്നു, അല്ല ഇവരെ തെറ്റ് ചെയ്യുന്നു, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. നമ്മളൊരാളൊന്ന് ഒരു താന്ന് കൊടുക്കുക. അല്ലാതെ അത് വലിയ ഈഗോ ആയിട്ടും അവൻ ഇങ്ങോട്ട് വരട്ടെ, അല്ല അവൾ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. നിങ്ങളുടെ പിള്ളേരെയാണ് അത് ബാധിക്കുന്നത്. നിങ്ങളുടെ പിള്ളേരുടെ വിദ്യാഭ്യാസം, ഭാവി ഇതിലൊക്കെ ബാധിക്കും. നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. പിന്നെ കുട്ടികൾക്ക് പഠിത്തത്തിനോടുള്ള ഇത് വരത്തില്ല. പിള്ളേർ ഒന്ന് ചിരിക്കുക പോലും ഇല്ല. അവരുടെ ഫേസൊക്കെ കാണുമ്പോൾ സങ്കടകരമായ അവസ്ഥയായിരിക്കും. അപ്പം നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങളുടെ പിള്ളേരുടെ ഭാവിയെ ഓർത്തെങ്കിലും നിങ്ങൾ പരസ്പരം മുന്നോട്ട് പോവുക. സ്നേഹിച്ചും കലയൊക്കെ ഉണ്ടാകണം. ഇടയ്ക്കൊക്കെ ഒരു കല ഉണ്ടാകുന്നല്ല. പക്ഷേ എന്നും പറഞ്ഞ് അത് മുന്നോട്ട് ഒരുപാട് എപ്പോഴും വഴക്കുണ്ടാക്കി ഇത് വരുമ്പോൾ ദാമ്പത്യ ജീവിതത്തെ ഉറപ്പായിട്ട് ബാധിക്കും. ശരിയല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ പിള്ളേരുടെ ഭാവി നിങ്ങൾ നോക്കണം. അല്ലാതെ വെറുതെ അടി പിടിച്ചിട്ട് അവള് പോട്ടെ, അല്ലെ അവൻ പോട്ടെ എന്നും പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ എനിക്ക് വേറെ കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പിള്ളേരുടെ ഭാവി എന്താവും? നിങ്ങളതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ രണ്ടുപേര് ഒരു മാതാപിതാക്കൾ കലഹിച്ച് അവർ തമ്മിൽ വേറെ വരും. അപ്പോൾ അവരുടെ പിള്ളേരെങ്ങനെയാണ് വളരുന്നത്, അല്ല പിള്ളേരുടെ ഭാവി എന്താവും, പിള്ളേരൊക്കെ പഠിത്തം ശരിയാവുന്നുണ്ടോ, ഇതൊക്കെ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? അതും കൂടെ നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങളുടെ പിള്ളേരല്ലേ. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുക. അതാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ 2 ദിവസമായിട്ട് വീഡിയോ ഇട്ടില്ല, കുറച്ച് തിരക്കായിരുന്നു. ഇനിയിപ്പം വീഡിയോ ഉടനെ ഉണ്ടാകുന്നതായിരിക്കും. അപ്പം താങ്ക് യു, ബൈ ബൈ.